അതായത് റീസെൻ്റ് ആയിട്ട് നമ്മുടെ 15 മിനിറ്റ് ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 15 മിനിറ്റ് ഒരു സ്വിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹയർ ലോയുടെയും ഈ ഒരു ഹയർ ഹൈയുടെ ഇടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതാണ് നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള ഹയർ ലോ, ഇതാണ് നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള ഹയർ ഹൈ. ഈ ഒരു ബെയറിഷ് ക്യാൻഡിലില്ലേ, അത് ശരിക്ക് ഈ ഒരു സ്വിംഗ് ലോ എടുത്തിട്ട് ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ട് സ്ട്രോങ് ആയിട്ട് അപ്പ് സൈഡ് പോയതല്ലേ. ഇത് നമുക്കൊരു ബുള്ളി ഷോർട്ട് ബ്ലോക്ക് അല്ലേ ഈ ഒരു ക്യാൻഡിൽ. ഇപ്പോൾ കറൻ്റ്ലി പ്രൈസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുള്ളി ഷോർട്ട് ബ്ലോക്കിൻ്റെ അകത്താണ്, ഒരു 15 മിനിറ്റ് ഒരു ബുള്ളി ഷോർട്ട് ബ്ലോക്കിൻ്റെ അകത്താണ് പ്രൈസ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ 15 മിനിറ്റിൽ ഓക്കെ. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റിൽ നമുക്കൊരു വ്യൂ കിട്ടി, അതായത് ഒരു ബുള്ളിഷ് മൂവ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൊരു സംഭവം. ഇനി നേരെ എന്ത് ചെയ്യുക, നേരെ 1 മിനിറ്റിലോട്ട് പോവുക. സോ 1 മിനിറ്റിലോട്ട് പോയിട്ട് നമ്മൾ ചെയ്യേണ്ടത് 1 മിനിറ്റിൽ റീസെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുള്ളൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി, ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി മാർക്ക് ചെയ്ത് നോക്കുക. അതായത് ഒരു സ്വിംഗ് ലോയും ഒരു സ്വിംഗ് ഹൈ മാർക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു സ്വിംഗ് ലോ അല്ലേ. നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. അതായത് നമ്മൾ ഓവറോൾ നമ്മുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അപ്സൈഡ് പോകുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അപ്സൈഡ് പോകുന്ന സമയത്ത് അപ്സൈഡ് പോകുന്നുണ്ടെങ്കിൽ പ്രൈസിന് എന്തായാലും എന്ത് വേണം, അതായത് അപ്സൈഡ് പോകുന്ന പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ബൈ നടക്കണം. സോ മാർക്കറ്റിൽ ഒരു ബൈ നടക്കണമെങ്കിൽ മാർക്കറ്റിന് എന്ത് വേണം, ബൈ ചെയ്യണമെങ്കിൽ സെൽ ഓർഡേഴ്സ് വേണം. സോ സെൽ ഓർഡേഴ്സ് എപ്പോഴും ഉള്ളത് ഒരു സ്വിംഗ് ലോയിലാണ്. അപ്പോൾ നമുക്കിവിടെ റീസെൻ്റ് ആയിട്ട് ഇവിടെ ഒരു സ്വിംഗ് ലോ ഉണ്ട്, ആൻഡ് റീസെൻ്റ് ആയിട്ടുള്ള ഒരു സ്വിംഗ് ലോ ഇതാ. അപ്പോൾ അപ്സൈഡ് പോകുന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഈ ഒരു സ്വിംഗ് ലോ എടുത്തിട്ടായിരിക്കും പ്രൈസ് അപ്സൈഡ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി എന്ത് ചെയ്യുക, നമ്മുടെ ടൈം സ്റ്റാർട്ട് ചെയ്യണത് വരുന്നുണ്ട്. ഓക്കെ, സോ 12:20 മാർക്ക് ചെയ്ത് വെക്കുക. അതായത് അവിടുത്തെ 7:50 അല്ലേ, 12:20 പിന്നെ നമ്മുടെ 12:40. സോ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതായത് നമ്മുടെ മാക്രോ ടൈം ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. സോ മാക്രോ ടൈം വന്നിട്ട് മാക്രോയിലോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇതിൻ്റെ സ്വീപ്പ് കിട്ടിയിട്ട് ദെൻ ഒരു ബുള്ളിഷ് ബ്രേക്കർ ഫോം ആവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്ത് നോക്കാം, അവിടെ നിന്ന് ഒരു ബൈ എൻട്രി നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഇല്ലേ 15 മിനിറ്റിൽ, അതെന്ത് ചെയ്തു, പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 12:19 ആയപ്പോൾ അത് സ്വീപ്പ് ചെയ്തു. സ്വീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കാണാൻ പറ്റും, പ്രൈസ് റിവേഴ്സ് ആണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ. പിന്നെ നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കണമെങ്കിൽ ഒരു ബുള്ളിഷ് ബ്രേക്കർ ഫോം ആവണം. സോ ഒരു ബുള്ളിഷ് ബ്രേക്കർ ഫോം ആവണമെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യണം, അതായത് ഈ ഒരു സ്ട്രോങ് സെല്ലിന് മുന്നേ ഉള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലല്ലേ. അപ്പോൾ പ്രൈസ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് പോയിട്ട് ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും, ഇതൊരു ബുള്ളിഷ് ബ്രേക്കറായിട്ട് മാറും. ആൻഡ് ലേറ്റർ പ്രൈസ് ഇതിൻ്റെ അകത്തോട്ട് വന്നിട്ട് തിരിച്ച് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രി നമുക്ക് പ്ലേസ് ചെയ്യാം. അതായത് ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യാം. അതായത് നമുക്ക് കിട്ടേണ്ട ഈ ഒരു നമ്മുടെ ബ്രേക്കർ ഇല്ലേ, ഇതാണ് നമ്മുടെ ബ്രേക്കർ. ഇതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം, ബോഡി ക്ലോസ് ചെയ്യണം. 15 സെക്കൻഡ് കൂടി. മെറ്റാ ട്രേഡർ എടുത്ത് വെച്ചോളൂ ഫോണിൽ. ഇനി പ്രൈസ് ഇതിൻ്റെ അകത്തോട്ട് തിരിച്ച് വരണം, അതായത് ഈ ബ്രേക്കർ ഇല്ലേ, ബ്രേക്കർ ടച്ച് ചെയ്തിട്ട് നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിൽ പ്രിൻറ്റ് ചെയ്യണം. ഇവിടെ നമുക്കൊരു സ്ട്രോങ് ക്ലോസ് കിട്ടുവാണെങ്കിൽ എടുക്കാം. ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുന്ന സമയത്ത് എന്തായാലും ഒരു ബൈ ഇട്ടോളൂ, ബൈ ചെയ്തോളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.15140. അതായത് ഓൾമോസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഞാൻ എൻട്രി എടുത്തത്. ആൻഡ് സ്റ്റോപ്പ് ലോസ് ഈ ഒരു സ്വിംഗ് ലോ. ടാർഗറ്റായിട്ട് ഞാൻ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 15 മിനിറ്റിലൂടെ നമുക്കൊരു ഹൈ കാണാൻ പറ്റുന്നില്ലേ. അതായത് റീസെൻ്റ് ആയിട്ട് നമ്മുടെ 15 മിനിറ്റിലുള്ള ഹയർ ഹൈ ഇല്ലേ, അതായത് ആ ഒരു ഹൈ ആണ് ഞാൻ ടാർഗറ്റായിട്ട് നോക്കണത്. അതായത് ഈ ഒരു ഏരിയ വരെ പ്രൈസ് വരും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം.